ഹലോ. ഇന്ന് രാവിലത്തെ നമ്മുടെ ജോലി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി പാല് കൊടുക്കണം. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ ഓടിച്ച് നമ്മുടെ റിസോർട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നാണെന്ന് തോന്നുന്നു രാവിലെ ഫിൽറ്ററിങ് ആണെന്ന് തോന്നുന്നു വെള്ളം പരിപാടികളൊക്കെ. അപ്പം ഞാനിങ്ങനെ ഫിൽറ്ററിങ് ആണെന്നൊക്കെ ഓർത്തുണ്ടെങ്കിൽ നിന്നപ്പം വഴിയെ ഒരു ചേട്ടൻ പറഞ്ഞു, ചുമ്മാ ചോദിച്ചു, ചേട്ടാ ഇത് ഫിൽറ്ററിങ് ആണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഫിൽറ്ററിങ് അല്ല മോനെ, ഇതെന്തോ ഓക്സിജനോ ഹൈഡ്രജനോ എന്തോ വിഘടിപ്പിക്കുന്ന പരിപാടിയാണ്, ക്ലോറിനൈസ്ഡ് അല്ലേ വെള്ളം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം നമുക്കിതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് ചേട്ടൻ പറഞ്ഞതൊക്കെ തലയാട്ടി കേട്ടുകൊണ്ട് രാവിലെ നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ നല്ല രസം, രാവിലെ മഞ്ഞൊക്കെ മൂടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമളി 1-ാം മൈലിലുള്ള നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളിൻ്റെ സൈഡിലെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നല്ല അടിപൊളി കാഴ്ചയാണ്. എപ്പോഴും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ എപ്പോൾ വണ്ടി ഓടിച്ച് വന്നാലും ഇപ്പോൾ കഴിയുന്നത്ര സമയം ഒരു 2 വീഡിയോയോ ഫോട്ടോ എടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 1-ാം മൈൽ ടൗണിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിത് 1-ാം മൈൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ സൊസൈറ്റിയിലേക്ക്. ഇപ്പോൾ 1-ാം മൈലും രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഉച്ചയാകുമ്പോഴത്തേക്കും കാലാവസ്ഥ മൊത്തം മാറും, നല്ല ചൂടായിരിക്കും. ഈ മെയിൻ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് കുമളി മൂന്നാർ മെയിൻ റോഡാണ്. അതുപോലെ തന്നെ കട്ടപ്പന ആ ഏരിയയിലേക്കൊക്കെ സ്ഥിരം വണ്ടിയും ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം മൈൽ ടൗണിലെ മാതാവിൻ്റെ കുരിശുപള്ളിയാണ്. രാവിലെ ഈ ഏരിയയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഈ സമയത്ത് കൂടുതലും രാവിലെ ഒരു 7 മണി 7:15 7:30 സമയത്തൊക്കെ കൂടുതലും പണിക്കാർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ചേച്ചിമാരൊക്കെ രാവിലെ ഏലത്തോട്ടത്തിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അവരൊന്നും ഇങ്ങനെ ടാറ്റാ സുമോയ്ക്കോ അതായത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അടുത്ത വണ്ടി വന്ന് ടാറ്റാ സുമോയ്ക്കോ ചിലപ്പോൾ ബൊലേറോ ജീപ്പാണ് കൂടുതലും വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഒന്ന് പണിയുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലെത്തി, പാൽ കൊടുക്കാനുള്ള സൊസൈറ്റിയിലെത്തി. സൊസൈറ്റിയുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല വയലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം കൃഷിയൊന്നും ഇല്ല, പക്ഷേ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ രാവിലെ തൊട്ടേ തിരക്കായിരിക്കും. ആൾക്കാരിങ്ങനെ പാലൊക്കെയായിട്ട് ഇഷ്ടം പോലെ വരുന്നതാണ്. ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. സാധാരണ ഇഷ്ടം പോലെ വണ്ടിയൊക്കെ കാണുന്നതാണ്. അപ്പോൾ ചേട്ടന്മാർ പാലിങ്ങനെ കിലോയ്ക്കാണ് ഇവിടെ തൂക്കിയാണ് എടുക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ലിറ്റർ കണക്കിനാണ്, ഇവിടെ തൂക്കിയാണ്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ അളന്നു കൊടുത്ത് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു ലൈൻ കമ്പി ഞാൻ നോക്കിയപ്പോൾ കുറേ കിളികളൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ 2 ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ അതിലെ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻറ്ററും കൂടെ ഉണ്ട്.